നാഷണൽ സർവീസ് സ്കീം NSSനെ പ്രതിനിധീകരിച്ച് ഗവൺമെന്റ് മോയൻ ഹയർ സെക്കൻഡറി സ്കൂൾ പാലക്കാടിന്റെ പ്ലറ്റൂൺ നയിക്കുന്നു കുമാരി അതുല്യ MR. Saluting the distinguished guests is the 29th platoon of scouts from BEM HSS Palakkad, led by Scouts leader Master Shahar. ബഹുമാന്യരെ, പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, എല്ലാവർക്കും സ്വാതന്ത്ര്യദിനാശംസകൾ. സ്വാതന്ത്ര്യത്തിൻ്റെ സുദീർഘമായ 77 വർഷങ്ങൾ പൂർത്തിയാക്കിയാണ് ഇന്ന് രാജ്യം 78ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത്. ഈ വർഷത്തെ സ്വാതന്ത്ര്യദിനം രാജ്യത്തെ ആകെ നടുക്കിയ, കേരളത്തെ അഗാധമായ വേദനയിലാഴ്ത്തിയ വയനാട്ടിലെ ദുരന്തത്തിൻ്റെയും അതിനെ അതിജീവിക്കാൻ നാം ഒറ്റക്കെട്ടായി നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശ്രമങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് കടന്നു വന്നിട്ടുള്ളത്. വയനാട് ദുരന്തത്തിൻ്റെ ആഘാതങ്ങളെ അതിജീവിക്കുന്നതിനും ഉരുൾപൊട്ടൽ തകർത്തെറിഞ്ഞ ജീവിതങ്ങളെ പുനർനിർമ്മിക്കുന്നതിനും സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ ഊർജം നമുക്ക് കരുത്തു പകരും എന്ന് പ്രത്യാശിക്കാം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ഏതാണ്ട് ഒരു നൂറ്റാണ്ട് കാലം നീണ്ടുനിന്ന സംഘടിതമായ, ഐതിഹാസികമായ, ലോകത്തധികം സമാനതകളില്ലാത്ത ഒരു പോരാട്ടത്തിൻ്റെ ഉൽപ്പന്നമാണ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ആദ്യത്തെ രക്തസാക്ഷിയായ മംഗൾ പാണ്ഡെ മുതൽ അനേകം പേർ ഇങ്ങേയറ്റത്ത് വരുമ്പോൾ കയ്യൂർ രക്തസാക്ഷികളും പുന്നപ്ര വയലാർ രക്തസാക്ഷികളും മുംബൈ നാവിക കലാപത്തിലെ രക്തസാക്ഷികളും അടക്കം, ജാലിയൻവാലാ ബാഗിലെ രക്തസാക്ഷികളും അടക്കം പതിനായിരക്കണക്കിന് ആളുകൾ അവരുടെ ജീവനും ജീവിതവും ബലിയർപ്പിച്ചുകൊണ്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം സാധ്യമായത്. ആ സ്വാതന്ത്ര്യ സമരത്തിന്റെ ദീർഘമായ വഴികളിൽ ജനലക്ഷങ്ങൾ ത്യാഗങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ജയിൽവാസവും കൊടിയ മർദ്ദനവും
പീഡനവുമെല്ലാം അനുഭവിച്ച അവരുടെ എല്ലാം ത്യാഗത്തിൻ്റെ വിലയാണ് നാം കഴിഞ്ഞ 77 വർഷമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഉജ്ജ്വല നേതാക്കളായിരുന്ന മഹാത്മാഗാന്ധിയെയും ജവഹർലാൽ നെഹ്റുവിനെയും സുഭാഷ് ചന്ദ്രബോസിനെയും ഇങ്ങ് കേരളത്തിലേക്ക് വന്നാൽ EMSനെയും മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെയും കെ കേളപ്പനെയും AKGയെയും എല്ലാം അങ്ങനെ അനേകം പേരെ നമുക്ക് ഓർമ്മിക്കാനാവും. ആ നേതാക്കളുടെ സ്വാതന്ത്ര്യ സമരത്തിന്, ദേശീയ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത ആ നേതാക്കളുടെ ആത്മസമർപ്പണം കൂടിയാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ആ സ്വാതന്ത്ര്യ സമരവും ദേശീയ പ്രസ്ഥാനവും സൃഷ്ടിച്ച മൂല്യങ്ങളാണ് ആധുനിക ഇന്ത്യ എന്ന രാഷ്ട്രത്തിന് ഊർജമായി മാറിയത് എന്നതാണ്. ദേശീയ പ്രസ്ഥാനത്തിൻ്റെയും സ്വാതന്ത്ര്യ സമരത്തിൻ്റെയും മൂല്യങ്ങളാണ് പിന്നീട് ഇന്ത്യൻ ഭരണഘടനയുടെ സത്തയായി മാറിയതും ഭരണഘടനയുടെ ആമുഖത്തിൽ തന്നെ ഇടം പിടിച്ചതും. സ്വാതന്ത്ര്യം, സമത്വം, നീതി, സാഹോദര്യം എന്നീ മൂല്യങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മൂല്യങ്ങളാണ്. ആ മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കാനും അതിനെ സാക്ഷാത്കരിക്കാനുമുള്ള പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 77 കൊല്ലമായി നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 77 കൊല്ലങ്ങൾക്കിടയിൽ ഈ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മൂല്യങ്ങളെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഒരുപാട് ദൂരം നമുക്ക് മുന്നേറാൻ കഴിഞ്ഞിട്ടുണ്ട്. എങ്കിലും ആ മൂല്യങ്ങൾ പൂർണ്ണമായി സാക്ഷാത്കരിക്കാൻ ഇതുവരെ സഞ്ചരിച്ചതിനേക്കാൾ കൂടുതൽ ദൂരം ഇനിയും സഞ്ചരിക്കാനിരിക്കുന്നു എന്ന് നാം ഓർമ്മിക്കേണ്ടതുണ്ട്. ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇനി കൈവരിക്കാനുള്ള നേട്ടങ്ങൾ ഇതിനേക്കാൾ കൂടുതലാണ്. എല്ലാ ലക്ഷ്യങ്ങളും സാക്ഷാത്കരിക്കാനായിട്ടില്ല. നാം സ്വപ്നം കണ്ട എല്ലാ നേട്ടങ്ങളും നമുക്ക് കൈവരിക്കാനും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അപ്പൊ സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രതിജ്ഞ നാം പുതുക്കുമ്പോൾ സ്വാതന്ത്ര്യത്തിന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടുള്ള ദൃഢനിശ്ചയത്തോടു കൂടിയ പ്രവർത്തനം തുടരും എന്ന പ്രതിജ്ഞയാണ് നമുക്ക് പുതുക്കാനുള്ളത്. ഇന്ന് ഈ മൂല്യങ്ങൾക്കെല്ലാം നേരെ അഭൂതപൂർവമായിട്ടുള്ള വെല്ലുവിളികൾ ഉയർന്നു വരുന്നുണ്ട്. ഭരണഘടന സമത്വത്തെക്കുറിച്ച് പറയുമ്പോൾ അസമത്വം ഇന്ന് ആശങ്കയുളവാക്കുന്ന വിധത്തിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സമ്പന്നരും ദരിദ്രരും തമ്മിലുള്ള അന്തരം കൂടിക്കൊണ്ടിരിക്കുന്നു. ഒരു ന്യൂനപക്ഷം വരുന്ന സമ്പന്നർ അതിസമ്പന്നരായി വളരുകയും അവർ സമ്പത്ത് വലിയ തോതിൽ കുന്നുകൂട്ടുകയും ചെയ്യുന്നുണ്ട്. അത് ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന സമത്വം എന്ന മഹത്തായ ലക്ഷ്യത്തിനും ആശയത്തിനും നിരക്കുന്നതല്ല. അതുപോലെ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന സങ്കല്പം നീതി, അത് ഇനിയും നമുക്ക് പൂർണ്ണമായി സാക്ഷാത്കരിക്കാൻ കഴിയേണ്ടതുണ്ട്. സമത്വവും സ്വാതന്ത്ര്യവും പുലരുമ്പോൾ മാത്രമേ എല്ലാവർക്കും സാമൂഹികവും സാമ്പത്തികവുമായ തുല്യ അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമേ ജാതി, മതം, ലിംഗഭേദം എന്നിവയുടെ ഒക്കെ പേരിൽ ആരും വിവേചനത്തിന് ഇരകളാകാതിരിക്കുമ്പോൾ മാത്രമേ നീതി എന്ന ആശയം പൂർണ്ണമായി സാക്ഷാത്കരിക്കപ്പെടുകയുള്ളൂ. അതുപോലെ സാഹോദര്യം എന്ന മഹത്തായ ആശയം ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വെക്കുന്നുണ്ട്. ആ ആശയത്തിന് നിരക്കാത്ത പക, വിദ്വേഷം, വെറുപ്പ് എന്നിവയെല്ലാം ആസൂത്രിതമായി പടർത്താനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ശ്രമങ്ങളെ സാഹോദര്യമെന്ന മഹത്തായ ആശയത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് നേരിടാനും ചെറുത്തു തോൽപ്പിക്കാനും കഴിയണം. എല്ലാ തരത്തിലുള്ള വിദ്വേഷത്തിന്റെയും ശക്തികളെ നേരിടാൻ നമ്മുടെ മുമ്പിലുള്ള ആയുധം സാഹോദര്യം എന്ന ആശയമാണ്. അത് മറ്റെന്നത്തേക്കാൾ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാലത്താണ് നാം 78ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നത്. സ്വാതന്ത്ര്യം എന്നത് ഒരു കേവലമായ സങ്കല്പമല്ല. സ്വാതന്ത്ര്യം പുലരുന്നത് ജനാധിപത്യവും മതനിരപേക്ഷതയും പുലരുമ്പോൾ മാത്രമാണ്. അല്ലെങ്കിൽ ജനാധിപത്യത്തോടും മതനിരപേക്ഷതയോടും ഒപ്പം മാത്രം പുലരാൻ കഴിയുന്ന ഒരു ആശയമാണ് സ്വാതന്ത്ര്യം എന്നത്. അതിന് എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് അയൽപക്കങ്ങളിൽ തന്നെ കാണാൻ കഴിയും. ഇന്ത്യയോടൊപ്പം സ്വാതന്ത്ര്യം നേടിയ പല രാജ്യങ്ങളിലും
ജനാധിപത്യവും മതനിരപേക്ഷതയും പുലരാത്തത് കൊണ്ട് തന്നെ ആ സ്വാതന്ത്ര്യത്തിന് വലിയ വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്നത്, ആവർത്തിച്ച് നേരിടേണ്ടി വരുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും അടിസ്ഥാനപരമായ തത്വങ്ങളാണ് ജനാധിപത്യം, മതനിരപേക്ഷത എന്നത്. ആ അടിസ്ഥാന തത്വങ്ങളുടെ ഉറപ്പിലാണ് ഇന്ത്യ എന്ന രാഷ്ട്രസങ്കല്പം നിലനിൽക്കുന്നത്. അതിന്റെ അടിത്തറയിലല്ലാതെ ആധുനിക ഇന്ത്യ എന്ന രാഷ്ട്രസങ്കല്പം ഉണ്ടാവുകയില്ല. ഇന്ത്യയുടെ ഭരണഘടനയുടെ മഹാശില്പികളിൽ പ്രധാനിയായിട്ടുള്ള ഡോക്ടർ അംബേദ്കർ 1949 നവംബർ 25 ഇന്ത്യയുടെ ഭരണഘടനാ അസംബ്ലിയിൽ നടന്ന ചർച്ചകളെയാകെ ഉപസംഹരിച്ചുകൊണ്ട് നടത്തിയ അത്യുജ്വലമായ പ്രൗഢമായ പ്രസംഗത്തിൽ നൽകിയ മുന്നറിയിപ്പ് ഇന്നും പ്രസക്തമാണ്. അദ്ദേഹം ആ പ്രസംഗത്തിൽ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി, ചരിത്രം ഒരിക്കൽ കൂടി ആവർത്തിക്കുമോ എനിക്കറിയില്ല. അംബേദ്കറുടെ വാക്കുകളാണ്. ഇന്ത്യ രാജ്യത്തിന് മുകളിലായി മതത്തെ പ്രതിഷ്ഠിക്കുമോ അതോ മതത്തിനും മുകളിലായി രാഷ്ട്രത്തെ പ്രതിഷ്ഠിക്കുമോ? രാഷ്ട്രത്തിന് മുകളിലായി മതത്തെ പ്രതിഷ്ഠിച്ചാൽ ഒരുപക്ഷെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം വീണ്ടും നഷ്ടപ്പെട്ടേക്കാം, എന്നേക്കുമായി നഷ്ടപ്പെട്ടേക്കാം എന്ന മുന്നറിയിപ്പ് നൽകിയത് ഭരണഘടനയുടെ മഹാശില്പിയായ ഡോക്ടർ അംബേദ്കർ ഭരണഘടനാ നിർമ്മാണ അസംബ്ലിയിലാണ്. ആ മുന്നറിയിപ്പുകൾ എക്കാലത്തും പ്രസക്തമാണ്, ഇന്നത്തെ കാലത്ത് കൂടുതൽ പ്രസക്തമായിട്ടുള്ളതാണ്. അദ്ദേഹം പറഞ്ഞതിനർത്ഥം മതനിരപേക്ഷതയും ജനാധിപത്യവും സ്വാതന്ത്ര്യവും ഒരുമിച്ചേ പുലരുകയുള്ളൂ എന്നതാണ്. മതനിരപേക്ഷ രാഷ്ട്രത്തിൽ നിന്ന് മതാധിഷ്ഠിത രാഷ്ട്രമായിട്ട് ഇന്ത്യ മാറിയാൽ സ്വാതന്ത്ര്യം എന്നേക്കുമായി നഷ്ടപ്പെട്ടേക്കാം എന്നാണ് അംബേദ്കർ നൽകിയ മുന്നറിയിപ്പ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഭരണഘടനാ നിർമ്മാണ അസംബ്ലിയിലെ രേഖകളിൽ തെളിഞ്ഞു കിടക്കുന്നുണ്ട്. എക്കാലത്തേക്കുമുള്ള നമുക്കുള്ള ഒരു മുന്നറിയിപ്പായി, ഓർമ്മപ്പെടുത്തലായി ആ വാക്കുകൾ ഭരണഘടനാ അസംബ്ലിയുടെ രേഖകളിൽ നമുക്ക് തെളിഞ്ഞു കാണാം. അതുകൊണ്ട് ആ മുന്നറിയിപ്പുകൾ ഉൾക്കൊണ്ടുകൊണ്ട് മതനിരപേക്ഷതയെ, ജനാധിപത്യത്തെ സംരക്ഷിക്കാനുള്ള പ്രതിജ്ഞ പുതുക്കുക എന്നതാണ് 78ാമത്തെ സ്വാതന്ത്ര്യ ദിനത്തിൽ നമുക്ക് ചെയ്യാനുള്ളത്. ഏത് വെല്ലുവിളികളെയും ഇന്ത്യയിലെ ജനങ്ങൾക്ക് അതിജീവിക്കാനാവുമെന്നും ഇച്ഛാശക്തിയോടുകൂടി തന്നെ നേരിടാനാവുമെന്നും ജനങ്ങൾ പലവട്ടം തെളിയിച്ചിട്ടുള്ളതാണ്. സ്വാതന്ത്ര്യത്തിന് നേരെ, ജനാധിപത്യത്തിനും മതനിരപേക്ഷതയ്ക്കും നേരെ ഉയർന്നു വരുന്ന ഏത് വെല്ലുവിളികൾ, അത് പ്രഖ്യാപിതമായ അടിയന്തരാവസ്ഥയാണെങ്കിലും അപ്രഖ്യാപിതമായ അടിയന്തരാവസ്ഥയാണെങ്കിലും അതിനെയെല്ലാം ഭരണഘടനയുടെ ഉന്നതമായ മൂല്യങ്ങളിൽ അടിയുറച്ചു നിന്നും അത് ഉൾക്കൊണ്ടുകൊണ്ട് നേരിടാൻ, അതിജീവിക്കാൻ ഇന്ത്യയിലെ ജനങ്ങൾക്ക് കഴിയും എന്നത് ആവർത്തിച്ച് തെളിയിക്കപ്പെട്ട ഒരു ചരിത്ര സന്ദർഭം കൂടിയാണിത്. ഭരണഘടന തുടങ്ങുന്നത് വി ദ പീപ്പിൾ എന്ന വാക്കുകളിലൂടെയാണ്, നാം ഇന്ത്യയിലെ ജനങ്ങൾ എന്ന വാക്കുകളിലൂടെയാണ്. ഈ സ്വാതന്ത്ര്യത്തിന്റെ കാവലാളുകൾ നാം ഇന്ത്യയിലെ ജനങ്ങളാണ്. ഇന്ത്യയിലെ ജനങ്ങൾ ആണ് സ്വാതന്ത്ര്യം, നമ്മുടെ പൂർവ്വ സൂര്യകളായിട്ടുള്ള ആളുകളാണ് സ്വാതന്ത്ര്യം എന്ന സ്വപ്നം സാക്ഷാത്കരിച്ചത്. ഇപ്പോൾ നാം ഇന്ത്യയിലെ ജനങ്ങളുടെ ഉത്തരവാദിത്വമാണ് സ്വാതന്ത്ര്യത്തിന്റെ ആ വെളിച്ചം അണയാതെ, കെടാതെ കാത്തു സൂക്ഷിക്കുക എന്നത്. അതിന് ഈ 78ാം സ്വാതന്ത്ര്യ ദിനത്തിന്റെ അത് പകരുന്ന ഊർജം നമുക്ക് കരുത്തായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യ ദിനാശംസകൾ